യെസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി പുഴയിൽ നിന്ന് മീൻ പിടിച്ച് ഗ്രില്ല് ചെയ്യാനാണ് പ്ലാൻ. ഏത് മീനെ കിട്ടും, എന്ത് മീനെ കിട്ടും എന്ന് പോലും അറിയില്ല. നമുക്ക് എന്തായാലും പണി ചെയ്ത് നോക്കാം. ഈ സാധനം വെയിറ്റ് ഉള്ള കിട്ടല്ല. ഒറ്റ കുളത്തില് കയറിക്കണ്ടവേ. അടിപൊളി, കിട്ടി പോലെ കിട്ടി. എടുത്തോ, സമയം വേണ്ട. ഒരൊറ്റ മീൻ മതി. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കിടിലം ബ്രാലാണ് കിട്ടിയാണ്. അപ്പോൾ ഞാൻ അടുത്ത വരുമ്പോൾ കാണിച്ചു തരാം അതിനെ. നമ്മൾ വിചാരിച്ച പോലെ നമുക്കത് നല്ല അടിപൊളി ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. ഒറ്റൊരു ഹുക്കിലാണ് പിടിച്ച് നിൽക്കണേ. അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് മീൻ അടുത്തുനിന്ന്. യെസ്, ഇതാണ് അടിപൊളി ബ്രാലാണ് സാധനം. അതുകൊണ്ട് സൂക്ഷിക്കണം. എൻ്റെ പല്ല് അതേപോലെ ഹുക്ക് കൈമ്പ് കയറാണ്ടും നോക്കട്ടെ നമ്മുടെ പരിപാടി. യെസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ദീ മീനെ ഗ്രില്ല് ചെയ്യാൻ മുകളിലാണ്. കണ്ട മീനെ കണ്ട, ഇതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോണേ ഇന്നത്തെ മീൻ, ബ്രാല്. കൊന്നെടുക്കണം തന്നെ. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ബാ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ മീനെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ചെറിയ വലിയ കുറുവേനായിട്ടുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. അപ്പോൾ വലിയൊരു മീനെ കിട്ടിയപ്പോൾ പ്ലാനിങ് ഒക്കെ പെട്ടെന്ന് നടന്ന് നമുക്ക് ഒരു സൈഡ് ചുമന്ന മസാലയും കൊണ്ടും മറ്റേ സൈഡ് പച്ച മസാലയും കൊണ്ടും അങ്ങോട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇരുട്ടാവുന്നേക്ക് തോണി പോക്ക് പോയി കഴിഞ്ഞാൽ. യെസ്, ദേ നമ്മുടെ മീനൊക്കെ ദേ കുട്ടപ്പനാക്കി ക്ലീൻ ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടു നോക്കിയേ, എന്താ ക്ലീനിങ് കണ്ടു നോക്കിയേ, സെറ്റപ്പായല്ലേ. നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റി, എന്താ അറിയില്ല. ഇത് നോക്കി മസാല. അതെ, ഈ വശത്ത് മൊത്തം പച്ച മസാല, ഈ വശത്ത് മൊത്തം ചുവന്ന മസാല, ബാക്കിൽ അതുപോലെ തന്നെ. എന്നിട്ട് ഈ മീൻ നമുക്കിന്നെ ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് വെള്ളത്തിൽ റെസ്റ്റ് ചെയ്യാനിടാൻ. എന്ത് വെള്ളം എന്ന് പറഞ്ഞില്ലല്ലേ. വെള്ളത്തിനകത്ത് നമ്മളിടുന്നത് ഒരു നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കും. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അത്ര ഇട്ട വെള്ളത്തിൽ നമുക്കിതിനെ ഒരു 10, നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കിടന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇടണം. എന്നിട്ട് നമുക്ക് ഇതിനെ പിടിച്ച് മസാല കൂട്ടി ഗ്രില്ല് ചെയ്യാൻ പോണേ. നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് 2 ടൈപ്പ് മസാല. ഒരു സൈഡ് നമുക്ക് പച്ച മസാലയും ഒരു സൈഡ് നമുക്ക് ചുവന്ന മസാലയും വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിനാദ്യം നമുക്ക് പച്ച മസാല റെഡിയാക്കാം. പച്ച മസാല റെഡിയാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മല്ലിയില വേണം, പുതിനയില വേണം. പച്ച മസാലയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഈ മല്ലിയിലയും പുതിനയിലയും. യെസ്, നാരങ്ങ നീര്, അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ വേണ്ടത് കൊച്ചുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി വേണ്ടത് മല്ലിപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ പച്ച കുരുമുളക്, അത് നമുക്ക് ആവശ്യമാണ്. ഇത്രയാണ് നമ്മുടെ പച്ച മസാലയ്ക്ക് ആഡ് ചെയ്യുന്ന സാധനങ്ങൾ. അതുപോലെ നമുക്ക് ചുവന്ന മസാലയും ദിപ്പനും റെഡിയാക്കാം. ഇത്ര ഐറ്റംസ് കൊണ്ട് നമുക്ക് ആദ്യം അരച്ചിട്ട് വരാം. ഓക്കെ, ചുവന്ന മസാലയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മല്ലിയില പുതിനയില ഇട്ടു, കൊച്ചുള്ളി, അതുപോലെ തന്നെ നമുക്ക് ഒരു സവാളയുടെ പകുതി, കാരണം അതിൻ്റെ മധുരം കയറി വന്നാൽ അത്ര പോരാ, അതിന് ഒരു സവാളയുടെ പകുതി ഇടാം. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മെയിൻ ഉപ്പ്. ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ, ലേശം തൈരും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് നമുക്ക് മസ്റ്റാണ്. ഒരു തക്കാളി മതി, തക്കാളി അധികമായാലും രസം ഉണ്ടാവില്ല. ഒരൊറ്റ തക്കാളിയും ആഡ് ചെയ്യാം.
എന്നിട്ട് നമുക്കത് ഇതും കൊണ്ടുപോയി അരച്ചുകൊണ്ട് വരാം. വലത് പച്ചക്ക്, ഇടത് ചുവപ്പിന്. അങ്ങനെ പോരാ ആശാനെ. അപ്പോൾ ആദ്യം നമുക്ക് പച്ച മസാല ഒരു സൈഡിൽ തേക്കാം. നമ്മൾ വേറെ അധികം മസാലകൾ ആഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ അറിയാമോ? ഇതിൻ്റെ തനതായ രുചി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ വേറെ നമുക്ക് വെറൈറ്റി മസാലയൊക്കെ ആഡ് ചെയ്യാമായിരുന്നു. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തനതായ ആ മീനിൻ്റെ രുചി കിട്ടുള്ളൂ. അതുപോലെ തന്നെ അടുത്ത വശം ചുവന്ന മസാല. എന്താ ചുവന്ന മസാല കാണാനല്ലോ രസം. രുചിയുടെ കാര്യത്തിൽ ചിലപ്പോൾ പച്ച മസാല കടത്തി വിട്ടു ചുവന്ന മസാലേനെ. എടാ പച്ച നടുക്ക് വെള്ളം, പിന്നെ ഞാൻ പോയി എൻ്റെ കൊടിയുടെ പറഞ്ഞല്ലേ. കറക്റ്റ് ആക്കിയില്ലെങ്കിൽ ഭംഗിയുടെ കിട്ടില്ല കേട്ടോ. അതാണ് കറക്റ്റ് ആക്കാം. ഈ നടുക്ക് ഇപ്പം നിങ്ങൾ നോക്കണം, ചിലവർ ഇവിടെ നിന്ന് എല്ലും നട്ടെല്ലും നിന്ന് അതൊക്കെ ഊരി കളഞ്ഞു. അതൊക്കെ നേരത്തെ ഊരി കളഞ്ഞു. അതേപോലെ ഇപ്പുറ സൈഡ് അതുപോലെ തന്നെ തേക്കാം. എല്ലാ ഗ്യാപ്പിലും മസാലയൊക്കെയാണ് ഇറങ്ങട്ടെ. ഇതും അതെ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാ. കാരണം നമുക്ക് സമയത്തിൻ്റെ ലാഘവം കൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി ഇത് വയ്ക്കാൻ പറ്റുള്ളൂ. അതിന് വറക്കണം, അല്ലെങ്കിൽ ഇരുട്ടാവും മൊത്തം. കാരണം നമ്മൾ കുറേ നേരം എടുത്തു എനിക്ക് മീനെ കിട്ടാൻ വേണ്ടി. കുറേ നേരം ഒരു മീനെ കിട്ടാണ്ടിട്ട് കിട്ടിയവനാ ഇവൻ. കിട്ടിയപ്പോൾ നല്ല വലിയ മീനും കിട്ടാൻ ചെയ്ത്. കത്തി തീർന്നാ കരി കഴിഞ്ഞാൽ ഞാൻ ജയനോട് വിളിക്കാണ്. ജയദേവേ ഒരു വിളി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ സൈഡിൽ കൊടുക്കണം. അതുപോലെ അടുത്ത സൈഡും അയ്യവാ. മസാലയൊക്കെ പരട്ടി സെറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവനെ പോയി ഇന്ന് ഗ്രില്ല് എടുക്കാം. വാ, എപ്പോഴും ഇരുട്ടാവണതിന് മുമ്പ് റെഡിയാവും നോക്കാം. നമുക്ക് ഒരു 10-15 മിനിറ്റ് പരിപാടി ഉണ്ട് വെന്ത് വരാൻ. മൊത്തം ഇരുട്ടായിട്ടോ. നമ്മൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. വേഗം നമുക്ക് പരിപാടി എടുക്കാം. ആദ്യം എണ്ണയൊക്കെ എന്നാൽ ഗ്രില്ലുമ്പോൾ പൂശ. കാരണം അല്ലെങ്കിൽ ആ മീൻ മുട്ടി പിടിച്ചിരിക്കും. ഇരുട്ടായുണ്ട്. പള്ളിയിൽ മണി അടിച്ച് രാത്രിയായി. ഇനി നമുക്ക് മീൻ പിടിച്ച് ഗ്രില്ലിൽ വെച്ച് ചുട്ടെടുക്കാം. അയ്യോ ബാടക്കുട്ട, ബാട മോനെ. അയ്യോടാ മസാല പ്രത്യേകിച്ച് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. നേരെ അടയ്ക്കാം. ഇപ്പോൾ മസാല പകുതിയും താഴെ പോയി. അപ്പോഴാണ് നമ്മൾ പ്ലാൻ ബി ആയിട്ട് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായി. ആ മസാല ആഡ് ചെയ്യണ്ടേ. കാരണം ഇടയ്ക്കിടയ്ക്ക് വെന്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മസാല തേക്കണം. മസാലയും കുറച്ച് വെളിച്ചെണ്ണയും. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സർവ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹെൽപ്പേഴ്സായ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ മീനെ പിടിക്കുമ്പോൾ തൊട്ട് എല്ലാ ടൈമിലും ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പോൾ അവരൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. ക്യാമ്പ് ഫയറിൽ നമ്മളിപ്പോൾ കഴിച്ച് അഭിപ്രായം പറയുന്നതാണ് എല്ലാവരും കൂടി. ഓക്കേ, മീനൊക്കെ റെഡി ആയിട്ടുണ്ട് മക്കളെ. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നിങ്ങൾ എൻജോയ് ചെയ്ത് അവിടെ നിന്ന്. ഓക്കെ, ഇടാം. റെഡിയാ? ഓക്കെ. നാരങ്ങയും സവാളയും എല്ലാം മിക്സ് കഴിച്ചേക്കാൻ മക്കളെ കണ്ടത്. അടുത്ത് നിങ്ങൾ കഴിച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കഴിച്ചു നോക്കാം കേട്ടാ. അടിപൊളിയല്ലേ? അവിടെ ഞാൻ ടേസ്റ്റ് അടിപൊളി. പറയട്ടെ എടാ, എൻ്റെ മുഖം കൊടുക്കട്ടെ. എൻ്റെ മുഖം കൊടുക്കട്ടെ. എൻ്റെ മുഖം കൊടുക്കട്ടെ. എടാ, എൻ്റെ മുഖം കൊടുക്കട്ടെ. നിൽക്കടാ ഒരു സെക്കൻഡ്. മുഖം കൊടുക്കട്ടാ. എടാ തീർക്കട്ടെ. മുഖം എടുക്കട്ടാ. എടാ നിൽക്കണ്ടേ? ഇനി പറഞ്ഞ് പയ്യെ എടുക്ക്. വീഡിയോ കിട്ടുന്നല്ലേ? എടുക്കട്ടെ.
ഒന്നും പറയാനില്ല, അടിപൊളി. പിള്ളേരെ എങ്ങനെയുണ്ട് അഭിപ്രായം പറഞ്ഞേ? എടാ തീർന്നു മീൻ. കഴിച്ചോ? കഴിച്ചോ? അടിപൊളി. മീൻ കൊണ്ടുവന്ന് വെച്ചത് മാത്രമേ കണ്ടോളൂ, കണ്ടില്ല.